നിങ്ങൾ ചിലരൊക്കെ ശ്രദ്ധിച്ചു കാണും, തമിഴ്നാട് അണ്ടർ ദ ക്രോസ് എന്നുള്ള തലക്കെട്ടിൽ അവിടുത്തെ ഒരു പ്രൊഫസർ RV വൈദ്യനാഥൻ സാറ് കുരിശിൻ്റെ കീഴിലാണ് തമിഴ്നാട് എന്നുള്ളൊരു തലക്കെട്ടോടുകൂടെ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ച നടത്തിയത്. ക്രിസ്ത്യാനികളുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുന്നു, മന്ത്രിസഭയിൽ ക്രിസ്ത്യാനികൾ കൂടുതലാണ്, നിയമസഭ സ്പീക്കർ ബൈബിൾ ഉദ്ധരിക്കുന്നു, ചില മന്ത്രിമാർ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുന്നു, വിദേശ ഫണ്ടിങ് വഴി സഭകൾ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു തുടങ്ങിയ വാദങ്ങളാണ് ഇതിന് അടിസ്ഥാനമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പം ഞാൻ അതിന് 2 മറുപടികൾ ഇംഗ്ലീഷിൽ തന്നെ കൊടുത്തു. നിങ്ങൾക്കത് കേൾക്കാം. വിശദമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞ എല്ലാ പോയിന്റുകളെ ഞാൻ 1, 2, 3, 4 എന്നും പറഞ്ഞ് റെഫ്യൂട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കത് മലയാളത്തിൽ വേണം എന്ന് തോന്നിയതുകൊണ്ട് അത് മലയാളത്തിലും കൂടെ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇത്തരം ആരോപണങ്ങളെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമായിട്ട് തന്നെ തോന്നി. കാരണം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. എന്നാൽ ഒരു പ്രധാന ചോദ്യം ചോദിക്കണം, ഒരു സമൂഹത്തിലെ ചില വ്യക്തികൾ അധികാര സ്ഥാനങ്ങളിൽ എത്തിയതുകൊണ്ട് ആ സംസ്ഥാനം ആ മതസമൂഹം പിടിച്ചെടുത്തു എന്ന് പറയാനാകുമോ? ക്രിസ്തീയ വീക്ഷണത്തിൽ ഉത്തരം വളരെ വ്യക്തമാണ്, ഇല്ല എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, നമ്മളെല്ലാവരും ആദരിക്കുന്ന ശ്രീ VD സതീശൻ സാറ് ഒരു മേനോനാണ്. അദ്ദേഹം മേനോനാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ സമയത്താണ് പലരും അറിയുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹം ആ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതുകൊണ്ട് മേനോന്മാരെല്ലാം കേരളം പിടിച്ചെടുത്ു എന്ന് പറയാൻ പറ്റും. അപ്പം ജനസംഖ്യ കണക്കുകൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ആദ്യം നമുക്ക് വികാരങ്ങളിൽ നിന്ന് മാറി ഔദ്യോഗിക കണക്കുകളിലേക്കൊന്ന് പോകാം. 2011 ഇന്ത്യയുടെ ഔദ്യോഗിക സെൻസസ് കണക്കനുസരിച്ച് തമിഴ്നാട്ടിൽ 44,18,331 ക്രിസ്ത്യാനികളായിരുന്നു ഉണ്ടായിരുന്നത്. അത് അന്ന് ലഭ്യമായ കണക്കാണ്. ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ അന്ന് തന്നെ ഉണ്ടായിരിക്കാം. പലരും അന്ന് സെൻസസിൽ പങ്കെടുക്കാതിരുന്ന് കാണാം, നമുക്ക് അറിഞ്ഞുകൂടെ. അപ്പോൾ ഇത് സംസ്ഥാന ജനസംഖ്യയുടെ 6.12% അന്നത്തെ കണക്കനുസരിച്ച്. അപ്പോൾ ഇന്ത്യയുടെ സെൻസസിൻ്റെ ഔദ്യോഗിക C01 പട്ടികയിൽ തമിഴ്നാട്ടിലെ മതസമൂഹങ്ങളുടെ കണക്കുകൾ പ്രത്യേകം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒന്ന് നോക്കാം. സെൻസസ് ഇന്ത്യ +1 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. അതുകൊണ്ട് 7% എന്ന കണക്കിനെ മറികടന്ന് 12%, 15 മുതൽ 18%, ഏകദേശം 1/5 മാത്രമല്ല, അദ്ദേഹം വേറൊരു കണക്കും കൂടെ പറയുന്നുണ്ട്. ക്രിപ്റ്റോ ക്രിസ്ത്യൻസും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള ക്രിസ്ത്യാനികളും അതോടൊപ്പം മുസ്ലിംസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ 50% കൂടുതലാകും എന്നൊക്കെയുള്ളൊരു ആശങ്കയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞത്. അപ്പം ഇതൊക്കെ പറയുന്നത് ശരിയാകണമെങ്കിൽ ശക്തമായ തെളിവൊക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന പേരിൽ ഒരു വലിയ ജനവിഭാഗത്തെ കണക്കിൽ ഉൾപ്പെടുത്തി ക്രിസ്ത്യാനികളുടെ എണ്ണം 18 മുതൽ മുന്നോട്ട് ചേർക്കുകയാണ് ശതമാനമായിട്ട്. അപ്പോൾ ഇതൊരു ശാസ്ത്രീയ സെൻസസ് കണക്കല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേര് തോമസ് എന്നതുകൊണ്ട് അയാൾ ക്രിസ്ത്യാനിയാണെന്ന് തെളിയിക്കാനായിട്ട് കഴിയുകയില്ല. തെരേസ എന്ന പേരുള്ള എല്ലാവരും ക്രിസ്ത്യാനികളാണെന്നും പറയാനാകുകയില്ല. നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മളൊക്കെ ആദരിക്കുന്ന യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അപ്പൻ ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹത്തിന് ക്രിസ്തീയ പേര് ഇട്ടു എന്നൊക്കെ പറയുന്നു. യേശുദാസ് എന്നുള്ള പേര് യേശുവിൻ്റെ ദാസൻ എന്നർത്ഥം. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും പള്ളിയിൽ പോവുകയോ പള്ളിയുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു അമ്പലവിശ്വാസിയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുപോലെ ഒരു വ്യക്തി ക്രിസ്ത്യൻ പേര് ഉപയോഗിക്കാത്തത് കൊണ്ട് അയാൾ ക്രിസ്ത്യാനി അല്ലെന്ന് നമുക്ക് പറയാനാകുകയില്ല. ഫാദർ KK അലവി, അദ്ദേഹത്തിൻ്റെ മകളെ എൻ്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു അനുദ്രവൻ ഗൗരവ് ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വേറെ എൻ്റെ ഒരു ബ്രദറിലോ അദ്ദേഹം അരുൺ രാമകൃഷ്ണൻ എന്നാണ് പേര്. അവർ ഓരോരുത്തരും അവരവർ നിൽക്കുന്നതായിട്ടുള്ള ആ സമുദായത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഇട്ട പേരിലോ ഒക്കെ അറിയപ്പെടുന്നു. പക്ഷേ അവരുടെ വിശ്വാസം ക്രിസ്തീയ വിശ്വാസമാണ്, ഞാൻ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തീയ പേരില്ല എന്നുള്ളതുകൊണ്ട് ഒരാൾക്ക് ക്രിസ്തുവിനെ വിശ്വസിച്ചുകൂടാ എന്നർത്ഥമില്ല. മാത്രമല്ല, രസാവഹമായ കാര്യം, ഈ ക്രിസ്തീയ പേരെന്ന് പറഞ്ഞൊരു പേരില്ല കേട്ടോ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ മാത്യു, ചാക്കോ, ജോർജ്, എൻ്റെ പൊന്നു സാറേ, ആ പേരൊക്കെ യഹൂദ പശ്ചാത്തലമുള്ള പേരുകളാണ്. അതൊക്കെ ഹീബ്രു നെയിംസാണ്. അതൊന്നും ക്രിസ്തീയ പേരല്ല. ബിബ്ലിക്കൽ നെയിമാണെന്ന് പറയാം, അല്ലാതെ ക്രിസ്തീയ പേരല്ല. ഇനി പൗലോസ് എന്ന് പറഞ്ഞാലോ, പൗലോസ് എന്ന് പറയുന്നത് റോമൻ പേരാ സാറേ, റോമൻ പേരാ. ശൗൽ എന്നുള്ളത് യഹൂദ പേരാണ്. അപ്പോൾ ക്രിസ്തീയ പേരെന്ന് പറഞ്ഞൊരു പേരേ ഇല്ല.
ഇപ്പം ഇവിടെ ഈ തോമസ് എന്നും ചാക്കോ എന്നും മറിയാമെന്നും ചിന്നമ്മയെന്നും പേരില്ലാത്തതുകൊണ്ടാണ് ആ പേരില്ലാത്ത ആളുകൾ പള്ളിയിൽ പോകുന്നതാണ് ഇവിടെ പല ആളുകൾക്കും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് പ്രൊഫസർ വൈദ്യനാഥൻ സാറിനെ പോലെയുള്ള ആളുകളും നമ്മുടെ RB വാവു സാറിനെ പോലെയുള്ള ആളുകൾക്കും അതേപോലെ ശശികല ടീച്ചർക്കും ഒക്കെ ഉള്ള പ്രശ്നം അതാണ്. നമ്മുടെ രാധാകൃഷ്ണൻ സാറിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്തീയമായിട്ടുള്ള പേരൊന്നുമില്ല. അവനവൻ ജനിച്ചു വളർത്തപ്പെട്ടിരിക്കുന്ന നാട്ടിൽ പേര് അവരവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സാറേ. അത് ആദ്യം മനസ്സിലാക്കണം. പേര് ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ തെളിവല്ല കേട്ടോ സാറേ. അതും കൂടി ഇതിനോടൊപ്പം മനസ്സിലാകണം. അതുകൊണ്ട് എൻ്റെ ഹഞ്ച് 15 മുതൽ 18% വരെയാണെന്നൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുമാനമായിട്ടൊക്കെ അങ്ങ് പറയുമ്പോൾ അതൊന്നും ശരിയല്ല. എന്നാൽ അത് ഔദ്യോഗികമായിട്ട് ജനസംഖ്യ കണക്കായിട്ട് അവതരിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട വൈദ്യനാഥൻ സാർ അറിയുന്നത് നന്നായിരിക്കും. എന്നാൽ ചില ജില്ലകളിൽ ക്രിസ്ത്യാനികൾ വലിയ ജനസംഖ്യയല്ലേ എന്ന് ചോദിച്ചേക്കാം. തീർച്ചയായിട്ടും ഇത് നിഷേധിക്കാനായിട്ട് നമ്മൾ ഒരുക്കവുമല്ല. ഞാൻ കന്യാകുമാരി ജില്ലയിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം വളരെയധികം ഉയർന്നതാണ്. 2021 സെൻസസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്ക് പ്രകാരം തന്നെ അവിടെയുള്ള ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ ആളുകൾ ക്രൈസ്തവരാണ്. തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും അവരുടെ ശതമാനം സംസ്ഥാന ശരാശരിയേക്കാളൊക്കെ വളരെ അധികമാണ്. പക്ഷെ അതിൽ നിന്ന് തമിഴ്നാട് ക്രിസ്ത്യാനികൾ പിടിച്ചെടുത്തു എന്ന നിഗമനത്തിലേക്ക് പോകുന്നത് വലിയൊരു ലോജിക്കൽ ലീപ്പായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ജില്ലയിൽ ഒരു മതസമൂഹത്തിന് വലിയ സാന്നിധ്യം ഉണ്ടാകുന്നത് ജനാധിപത്യത്തിൻ്റെ സ്വാഭാവിക ഭാഗമാണ്. ഞാൻ പാർക്കുന്ന നാട്ടിൽ മലപ്പുറം ജില്ല, അവിടെ 70% മുസ്ലിം സഹോദരങ്ങളാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഡോമിനേഷനേ ഇല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതാണ് നമ്മുടെ സെക്കുലർ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചില ജില്ലകളിൽ ചില സമൂഹങ്ങൾ കൂടുതൽ സാന്ദ്രമായി താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സംസ്ഥാനത്തെ ആ മതം കൈയടക്കിയെന്ന് പറയാറില്ല. ക്രിസ്ത്യാനിയായ ഒരു മന്ത്രി ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ഭയപ്പെടുത്തണം? ഇതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു മന്ത്രി ക്രിസ്ത്യാനിയായാണ്, ഒരു സ്പീക്കർ ക്രിസ്ത്യാനിയാണ്, അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് ക്രിസ്ത്യാനിയാണ്, അവർ ബൈബിൾ ഉദ്ധരിച്ചു. ഇവയെല്ലാം സത്യമായാലും അടുത്ത ചോദ്യം ഇതാണ്: അവർ ഭരണഘടന ലംഘിച്ചോ? അവർ ഒരു മതത്തിന് മാത്രം നിയമപരമായ ആനുകൂല്യം നൽകിയോ? അവർ മറ്റൊരു മതത്തിൻ്റെ ആരാധന അവകാശമില്ലാതാക്കിയോ? അവർ ഭരണത്തിൽ മതപരമായ വിവേചനം നടത്തിയോ? ഉണ്ടോ സാറേ? എന്നാൽ എനിക്ക് എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മുദ്ര ലോൺ എന്നും പറഞ്ഞിട്ടൊരു ലോണിനെ കുറിച്ച് വളരെ വ്യാപകമായിട്ടുള്ള പ്രചാരണമൊക്കെ ഉണ്ടായി. ആളുകൾ ലോണിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരുടെ പാർട്ടിക്കാർക്ക് മാത്രമാണ് ആ ലോൺ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ വിവേചനം വല്ലതും ഈ പറഞ്ഞ ജോസഫ് വിജയോ അല്ലെങ്കിൽ അവിടുത്തെ സ്പീക്കറോ അവിടുത്തെ MLA-മാരോ മന്ത്രിമാരോ നടത്തിയിട്ടുണ്ടോ? ഇതാണ് ജനാധിപത്യപരമായ പരിശോധന. ഒരു വ്യക്തിയുടെ മതപരമായ തിരിച്ചറിയൽ മാത്രം നോക്കി അയാളെ രാഷ്ട്രീയമായി സംശയിക്കുക എന്നത് ഭരണഘടനാപരമായ പൗരത്വത്തിൻ്റെ അടിസ്ഥാന ആശയത്തോട് തന്നെ വിരുദ്ധമാണ്. ബൈബിൾ ഉദ്ധരിക്കുന്നത് കുറ്റമാണോ? ഒരു നിയമസഭാംഗം ബൈബിൾ ഉദ്ധരിച്ചാൽ അത് വലിയ വാർത്തയാക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റൊരാൾ ഭഗവത്ഗീത ഉദ്ധരിച്ചാൽ അത് വലിയ വാർത്തയാക്കണോ? മറ്റൊരാൾ ഖുർആൻ ഉദ്ധരിച്ചാലും അത് വാർത്തയാകാം. എന്നാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണി മാത്രം ഉപയോഗിച്ച് ഒരു ഭരണകൂടത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കാനാകയില്ല സർ. ഭഗവത്ഗീത ഉദ്ധരിച്ചതുകൊണ്ട് ഒരു സർക്കാർ ഹിന്ദു സർക്കാർ ആകുന്നില്ല. ഖുർആൻ ഉദ്ധരിച്ചതുകൊണ്ട് ഒരു സർക്കാർ ഇസ്ലാമിക സർക്കാർ ആകുന്നില്ല. അതുപോലെ ബൈബിൾ ഉദ്ധരിച്ചതുകൊണ്ട് ഒരു സർക്കാർ ക്രിസ്ത്യൻ സർക്കാരും ആകുന്നില്ല സർ. ഭരണത്തിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നത് നിയമങ്ങളും നയങ്ങളും ഭരണഘടനാപരമായ പ്രവർത്തനങ്ങളുമാണ്. ക്രിസ്ത്യൻ പാർട്ടി എന്ന പ്രയോഗം എത്രമാത്രം ന്യായമാണ്. അങ്ങ് ഇതൊരു ക്രിസ്തീയ കുറ്റിയിൽ കൊണ്ടുവന്ന് കെട്ടുവാനായിട്ടൊക്കെ ശ്രമിച്ചല്ലോ. ഇവിടെയാണ് രാഷ്ട്രീയ പ്രചാരണവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാകാം, അവരുടെ മതവിശ്വാസം അവർ തുറന്നു പറഞ്ഞേക്കാം. ഒരു നേതാവ് ക്രിസ്തീയ യോഗത്തിൽ സംസാരിച്ചിരുന്നിരിക്കാം. എന്നാൽ അതുകൊണ്ട് ആ പാർട്ടി സ്വതവേ ക്രിസ്ത്യൻ പാർട്ടി ആകുന്നില്ല സർ. ഒരു പാർട്ടിയുടെ സ്വഭാവം പരിശോധിക്കണമെങ്കിൽ അതിൻ്റെ മാനിഫെസ്റ്റോ, അതിൻ്റെ നിയമനിർമ്മാണം, അതിൻ്റെ ഭരണനയം, സാമ്പത്തിക നയം, സാമൂഹ്യ നയം, ന്യൂനപക്ഷ നയം, മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സമീപനം എന്നിവ പരിശോധിക്കണം. എന്നിവ പരിശോധിച്ചേ പറ്റൂ സർ. ഒരു നേതാവിൻ്റെ മതപരമായ തിരിച്ചറിയൽ മാത്രം നോക്കി ഒരു രാഷ്ട്രീയ പാർട്ടിയെ
നമുക്ക് മതപാർട്ടിയാക്കുന്നത് ശാസ്ത്രീയ രാഷ്ട്രീയ വിശകലനമാകരുത് സർ. ക്രിസ്തുമതം അധികാരം പിടിച്ചെടുക്കാനുള്ള പദ്ധതിയാണോ എന്നുള്ളതാണ് സാറിൻ്റെ ഏറ്റവും വലിയ ആശങ്ക. ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. യേശു ക്രിസ്തുവിനോട് ഒരിക്കൽ ഒരു രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ നിലവാരത്തിലുള്ളതല്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. ഇത് ക്രിസ്തീയ രാഷ്ട്രീയ ചിന്തയുടെ ഒരു അടിസ്ഥാന സത്യമാണ്. ക്രിസ്തീയതയുടെ ലക്ഷ്യം ഒരു സംസ്ഥാനത്തെ പിടിച്ചെടുക്കുക എന്നതല്ല, കസേര പിടിക്കുക എന്നതല്ല. ക്രിസ്തീയതയുടെ ലക്ഷ്യം മനുഷ്യഹൃദയം മാറുക എന്നുള്ളതാണ്. അധികാരം നേടുക എന്നതാണ് എന്ന് വിചാരിക്കരുത്, മറിച്ച് സേവിക്കുക എന്നുള്ളതാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനാൽ ക്രിസ്ത്യാനികൾ അധികാരം പിടിക്കുന്നു എന്ന ഭയം സൃഷ്ടിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ രാഷ്ട്രീയ മാതൃക എന്തായിരുന്നു എന്ന് സാർ ഒന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും. പ്രൊഫസർ വൈദ്യനാഥൻ സാർ, യേശു കർത്താവ് റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിക്കാൻ സൈന്യം രൂപീകരിച്ചില്ല കേട്ടോ. യേശു കർത്താവ് വാളെടുത്തില്ല കേട്ടോ. യേശു കർത്താവ് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുത്തില്ല കേട്ടോ. യേശു രോഗികളെ സുഖപ്പെടുത്തി, വിശപ്പുള്ളവർക്ക് ആഹാരം നൽകി, അതേപോലെ പാപികളുടെ ക്ഷമയുടെ സന്ദേശം പറഞ്ഞു, അനീതിക്കെതിരെ സംസാരിച്ചു, താഴ്ത്തപ്പെട്ടവരെ ഉയർത്തി. അതാണ് ക്രിസ്തീയ സ്വാധീനം. മനസ്സിലായല്ലോ? അപ്പോൾ ക്രിസ്ത്യാനികളുടെ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞത് ഈ മേഖലകളിലാണ് സാർ. ഇനിയും വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ച് അങ്ങ് വളരെ വാചാലമായിട്ട് സംസാരിച്ചു. അങ്ങ് മാത്രമല്ല, അടുത്ത സമയത്ത് കുറേ BJP, VHP, RSS നേതാക്കന്മാരൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്, പക്ഷേ തെളിവോടെ വേണം. വിദേശ സംഭാവനകൾ സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നാൽ അവ അന്വേഷിക്കേണ്ടത് തന്നെയാണെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും നമ്മുടെയൊക്കെ നിഗമനവും. ഇന്ത്യയിൽ FCRA നിയമം നിലവിലുണ്ട്. ഏതെങ്കിലും ക്രിസ്ത്യൻ സംഘടനയോ മറ്റേതെങ്കിലും മതസംഘടനയോ നിയമം ലംഘിക്കുന്നുണ്ടെങ്കിൽ അന്വേഷണം നടത്തുകയും നിയമാനുസൃത നടപടി സ്വീകരിക്കുകയും വേണം സാർ. അതിനാരും തടസ്സം നിൽക്കുന്നില്ല. പക്ഷെ ഒരു വലിയ തെറ്റായ സമവാക്യം ഒഴിവാക്കണം. ഫോറിൻ ഫണ്ടിങ് സം കൺവേർഷൻ കോൺസ്പിറൻസി. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള സംഭാവന ലഭിക്കുന്ന മാത്രം നിയമവിരുദ്ധമല്ല സാർ. അതിൻ്റെ ഉപയോഗം നിയമാനുസൃതമാണോ എന്നതാണ് ചോദ്യം. അതിനാൽ ആരോപണമുണ്ടെങ്കിൽ അക്കൗണ്ടുകൾക്ക് പരിശോധിക്കണം സാർ, രേഖകൾ പരിശോധിക്കണം സാർ, FCRA കംപ്ലയിൻസ് പരിശോധിക്കണം സാർ, കൺവേർഷൻ ആരോപണമുണ്ടെങ്കിൽ കേസുകൾ പരിശോധിക്കണം സാർ. പക്ഷെ തെളിവില്ലാത്ത ആരോപണങ്ങളെ ഒരു മുഴുവൻ മതസമൂഹത്തിനെതിരായ കുറ്റാരോപണമാക്കരുത് സാർ. ക്രിസ്ത്യാനികൾക്ക് ആത്മപരിശോധന വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഒരു ക്രിസ്ത്യൻ സംഘടന നിയമം ലംഘിച്ചാൽ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു ക്രിസ്ത്യാനിക്കുമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയട്ടെ. നിർബന്ധിത മതപരിവർത്തനം ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. വഞ്ചനയിലൂടെ മതപരിവർത്തനം ഉണ്ടെങ്കിൽ അത് തെറ്റാണ് സാർ. വിദേശ പണം നിയമവിരുദ്ധമായി ഉപയോഗിച്ചാൽ അത് തെറ്റാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. രാഷ്ട്രീയ അധികാരം അന്യായമായി ഉപയോഗിച്ചാൽ അതും തെറ്റാണ് സാർ. ക്രിസ്തുമതം നിയമത്തിന് മുകളിലല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. പക്ഷേ അതേ മാനദണ്ഡം എല്ലാവർക്കും ബാധകമാകണം. അത് കാണുന്നില്ല ഇവിടെ. ഗർഭാപ്പസിയും മറ്റുമൊക്കെ അങ്ങയുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ഒരു ഹിന്ദു നിയമം ലംഘിച്ചാൽ ഹിന്ദുമതം കുറ്റക്കാരനല്ല. ഒരു മുസ്ലിം നിയമം ലംഘിച്ചാൽ ഇസ്ലാം മുഴുവൻ കുറ്റക്കാരനല്ല. അതുപോലെ ഒരു ക്രിസ്ത്യാനി നിയമം ലംഘിച്ചാൽ ക്രിസ്തു മതം മുഴുവനും കുറ്റക്കാരല്ല സർ. വ്യക്തിയുടെ കുറ്റം മതത്തിൻ്റെ കുറ്റമാകരുത് എന്നങ്ങ് അറിയണം. ക്രിസ്തുമതം തമിഴ്നാട്ടിൽ ഒരു വിദേശ അധിനിവേശമാണോ? ഇതും ചരിത്രപരമായി സൂക്ഷിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ക്രിസ്തു മാർഗത്തിൻ്റെ തമിഴ്നാട്ടിലെയും ദക്ഷിണ ഇന്ത്യയിലെയും ചരിത്രത്തെ യൂറോപ്യൻ കോളനിവൽക്കരണത്തോട് മാത്രം ബന്ധിപ്പിക്കുന്നത് വളരെ ലളിതവൽക്കരിച്ച ചരിത്രവായനയാണ്. ക്രിസ്തീയ പാരമ്പര്യത്തിന് ഇന്ത്യയിൽ നിങ്ങളൊക്കെ പറയുന്ന സനാതനധർമ്മത്തിൻ്റെ വർഷങ്ങളെക്കാളും പതിറ്റാണ്ടുകളുടെ മാത്രമല്ല സഹസ്രാബ്ദങ്ങളുടെ വ്യത്യാസം കൂടെ ഉണ്ട് കേട്ടോ. പഴക്കമുണ്ട്, വളരെ പഴയ വേരുകളൊക്കെ ഉണ്ട്. പിന്നീട് പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് തുടങ്ങിയ യൂറോപ്യൻ ശക്തികളോടൊപ്പം വിവിധ മിഷണറി പ്രവർത്തനങ്ങളും വളർന്നു എന്നത് ചരിത്ര സത്യമാണ്. അതേസമയം മിഷണറിമാരുടെ വിദ്യാഭ്യാസം, അച്ചടി,
അതുപോലെ അവരുടെ ചികിത്സാ രീതികൾ, സാമൂഹ്യ സേവനം തുടങ്ങിയ സംഭാവനകളും ചരിത്രപരമായി തന്നെ പഠിക്കാനൊന്ന് മനസ്സ് കാണിക്കണം വൈദ്യൻ സാർ. അതോടൊപ്പം കൺവേർഷനെ കുറിച്ചുള്ള വിമർശനങ്ങളും കോളനി വൽക്കരണങ്ങളുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളും പഠിക്കണം. ചരിത്രത്തെ നൈദർ ഗ്ലോറിഫൈ നോർ ഡിമോണൈസ് ചെയ്യുക, പഠിക്കുക. അവസാനമായി തമിഴ്നാട് അണ്ടർ ദ ക്രോസ്, ഈ ചോദ്യം തന്നെ തെറ്റായ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ് താങ്കൾ. തമിഴ്നാട് ക്രിസ്ത്യാനികളുടെ കീഴിലാണോ? അല്ല. തമിഴ്നാട് ഹിന്ദുക്കളുടെ കീഴിലാണോ? അല്ല. തമിഴ്നാട് മുസ്ലിങ്ങളുടെ കീഴിലാണോ? അല്ല സർ. തമിഴ്നാട് ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലാണ് സർ. അതുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ടത് ആരാണ് ഏത് മതക്കാരനെന്നല്ല, പകരം ആരാണ് നീതിയോടെ ഭരിക്കുന്നത്, ആരാണ് അഴിമതിക്കെതിരെ നിൽക്കുന്നത്, ആരാണ് ദരിദ്രനെ സംരക്ഷിക്കുന്നത്, ആരാണ് മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നത്, ആരാണ് ഭരണഘടനയെ ബഹുമാനിക്കുന്നത്. ഇതാണ് ഒരു ജനാധിപത്യ പൗരൻ്റെ ചോദ്യമായിരിക്കേണ്ടത്. അതിന് പകരം കുരിശിൻ്റെ ചുവട്ടിലാണോ തമിഴ്നാടു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ ചോദ്യമാണെങ്കിൽ അപകടമാണ്. ഒരാത്മീയ ചോദ്യമാണെങ്കിൽ അത് സാറിന് ഞാൻ കൃത്യമായ മറുപടി തന്നിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയായി ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്ത്യതയുടെ ശക്തി ജനസംഖ്യയുടെ ശതമാനത്തിലല്ല സർ. അങ്ങ് പറഞ്ഞു കണക്ക് വെച്ചിട്ടാണ് ഇവിടെ ക്രിസ്തീയ ഫണ്ടൊക്കെ വരുന്നതെന്ന്. മാത്രമല്ല മദർ തെരേസയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. ഞാൻ മദർ തെരേസയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ വിശദമായിട്ട് പറയാം. ഞങ്ങൾക്ക് 6% ക്രിസ്തീയത 0% ക്രിസ്തീയത തന്നെയാണ്. 18% അതിൻ്റെ സത്യം ശതമാനത്തിൽ നിന്നല്ല വരുന്നത്. 100% ക്രിസ്തീയയുടെ ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ് സാർ, ജനങ്ങളുടെ കരുത്തിലല്ല. യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മത്തായി 5:14. ലോകത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവരെ കീഴടക്കാൻ വേണ്ടിയല്ല, ഇരുട്ടിൽ വെളിച്ചം നൽകാനാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ മറുപടി, ഞങ്ങൾ തമിഴ്നാട് പിടിച്ചെടുക്കാൻ വന്നവരല്ല, തമിഴ്നാടിനെ സ്നേഹിക്കാനും സേവിക്കാനും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാനുമാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. ഇതാണ് ക്രൂശിൻ്റെ രാഷ്ട്രീയം. അധികാരത്തിൻ്റെ രാഷ്ട്രീയമല്ല സർ, ത്യാഗത്തിൻ്റെ രാഷ്ട്രീയമാണിത്. ആധിപത്യത്തിൻ്റെ രാഷ്ട്രീയമല്ല സർ, സേവനത്തിൻ്റെ രാഷ്ട്രീയമാണ് ക്രൂശിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഭയത്തിൻ്റെ രാഷ്ട്രീയമല്ല സർ, സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. വിഭജനത്തിൻ്റെ രാഷ്ട്രീയമല്ല സർ, മനുഷ്യരുടെ മാന്യതയുടെ രാഷ്ട്രീയമാണ്. അവസാനം യേശുവിൻ്റെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും ശക്തമായ മറുപടി. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. തമിഴ്നാട് ആരുടേതാണ്? തമിഴ്നാട് തമിഴ്നാട്ടുകാരുടേതാണ്. മതം നോക്കാതെ ഇന്ത്യക്കാരുടേതാണ്. മതം നോക്കാതെ. അതിനാൽ ഒരു ക്രിസ്ത്യാനിയുടെ സ്വപ്നം ക്രിസ്ത്യൻ തമിഴ്നാടല്ല, നീതിയും സ്വാതന്ത്ര്യവും മനുഷ്യഗൗരവവും നിലനിൽക്കുന്ന ഒരു തമിഴ്നാടാണ്. അത് സ്ഥാപിതമാകുന്നിടം വരെയും തമിഴ്നാടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ നീതി ന്യായവും അനുഭവിക്കാൻ തക്കവണ്ണം സാറിനും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രൊഫസർ വൈദ്യനാഥൻ സാറിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി തന്നു എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.